ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാൻകേക്ക് റെസിപ്പിയുമായിട്ടാണ്. ഇത് ഞാൻ ബനാന വെച്ചിട്ടാണ് ഈ പാൻകേക്ക് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്ത് വിടാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പുതിയതായിട്ട് വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മൈദക്ക് പകരം നമുക്ക് ആട്ടപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ബേക്കിംഗ് പൗഡറിന് പകരം നമുക്ക് സോഡാപ്പൊടി ഉപയോഗിക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ ഇതിലോട്ട് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പഴമാണ്. ഞാനിപ്പോൾ ഒരു റോബസ്റ്റ പഴമാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മിക്സ് ചെയ്ത പൊടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാനിതിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പകുതി പാലിപ്പോൾ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയ പീസായി കട്ട് ചെയ്ത ബദാമും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാൻകേക്ക് കഴിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ബദാം തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ കാഷ്നട്ടോ പിസ്തയോ അല്ലെങ്കിൽ വാൾനട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കിതെങ്ങനെ പാൻകേക്ക് ആക്കാമെന്ന് നോക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടിഭാഗം നന്നായിട്ട് കരിഞ്ഞു പോകും. പൊട്ട് ഓയിലൊന്നും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ നമുക്ക് ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കാതെ തന്നെ ഓരോ പാൻകേക്ക് ഉണ്ടാക്കിയെടുക്കാം. മറ്റേ സൈഡും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ബാറ്റർ ഒന്ന് ഇതിൽ നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബബിൾസ് കാണുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പാൻകേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ പാൻകേക്കും ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ മുകളിലോട്ട് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ
തേനും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.